പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. റോമ 5:8 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. 1 യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നു, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു. അതിൽ നിന്നും സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് സങ്കല്പിക്കാനോ അല്ലെങ്കിൽ അത് ഗ്രഹിക്കുവാനോ പ്രയാസമാണ്. 1 യോഹന്നാൻ 4:10 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പാപാന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിന് അവകാശികളാക്കാൻ വേണ്ടി, നിത്യജീവൻ നൽകാൻ വേണ്ടി നമ്മുടെ പാപഭാരങ്ങളെല്ലാം ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് യേശുനാഥൻ കുരിശിൽ നമുക്കായി ജീവൻ ബലിയർപ്പിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശു മാതൃക നൽകിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന്. യേശു നമ്മുടെ പാപങ്ങളോ കുറവുകളോ നോക്കാതെ നമ്മെ സ്നേഹിച്ചു. നമ്മെ തള്ളിപ്പറഞ്ഞവരോടും ഒറ്റിക്കൊടുത്തവരോടും നാം ക്ഷമിക്കാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം യേശു ചെയ്തത് തന്നെ തള്ളിപ്പറഞ്ഞവരോടും ഒറ്റിക്കൊടുത്തവരോടും കുരിശിൽ തറച്ചവരോടും കുന്തം കൊണ്ട് തിരുവിലാവിൽ കുത്തിയവരോടും ക്ഷമിക്കുക മാത്രമല്ല, യേശുനാഥൻ ചെയ്തത് തൻ്റെ പിതാവായ ദൈവത്തോട് വേദനിപ്പിച്ചവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കുകയാണ്. അവർ ചെയ്യുന്നത് എന്ത് എന്നറിയാത്തതിനാൽ അവരോട് ക്ഷമിക്കണമേ എന്നാണ് യേശുനാഥൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നത്. യേശു കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് നമ്മെ വേദനിപ്പിച്ചവരോടും നമ്മെ നിന്ദിച്ചവരോടും ഒറ്റിക്കൊടുത്തവരോടും നമ്മെ എല്ലാവിധത്തിലും അവഗണിച്ചവരോടും നാം ക്ഷമിക്കണമെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും യേശു ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത് സ്നേഹമാണ്. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ മനുഷ്യരായ നമുക്ക് അത് വളരെ പ്രയാസമാണ്. അതിന് നാം ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. യേശു നമുക്ക് നൽകിയത് തൻ്റെ ആത്മാവിനെയാണ്. സ്വർഗത്തിൻ്റെ ശക്തിയും സമ്പത്തുമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് നാം ദൈവികമായി ചിന്തിക്കുവാനും ദൈവഹിതപ്രകാരം ജീവിക്കുവാനും വേണ്ടിയാണ്. അത് പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്, ധൈര്യപ്പെടുത്തുന്നത്. അതുപോലെ യേശു പറഞ്ഞ വചനങ്ങളെല്ലാം തക്ക സമയത്ത് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ സൂക്ഷിക്കണം. അതാണ് സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നാം വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ, വചനം ദൈവം തന്നെയാണ്, വചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് നമുക്ക് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മെ പരിശുദ്ധാത്മാവ് പ്രാപ്തരാക്കും. അതിനാൽ നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്.
ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കുന്നത്. അതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ദൈവത്തിൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ എന്ന്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.